ഇന്ത്യയിലെ 70% പ്രോട്ടീനുകളും നിങ്ങളെയും എന്നെയും തെറ്റിദ്ധരിപ്പിക്കുന്നവയാണ്. സ്വാഗതം കിഷോർ സത്യ ടോക്കിലേക്ക്. നിങ്ങളൊരു എൻതൂസിയാസ്റ്റിക് ജിം ലവറോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആരുടെയെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഉപയോഗിക്കുന്ന ഒരാളോ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇത് ഒരുപക്ഷെ ഒരല്പം നീണ്ടുപോയേക്കാം. ഇതൊരു സയൻറ്റിഫിക് റിസർച്ചിനെ അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കേരളത്തിലെ ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റലും അതുപോലെ അമേരിക്കയിലെ ഒരു ടെക്നോളജി ഓൺട്രപ്രണറും ചേർന്ന് നടത്തിയ ഒരു വലിയ സ്റ്റഡി, ഇന്ത്യയിലെ 36ഓളം പ്രോട്ടീൻ ബ്രാൻഡുകളിൽ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്താണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ഇന്ത്യയിലെ 70% പ്രോട്ടീൻ പൗഡറുകളും പരസ്യത്തിലൂടെയും അല്ലാതെയും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതിൽ ഈ ടെസ്റ്റ് ചെയ്ത 36 പ്രോട്ടീനുകളുടെ അടിസ്ഥാനത്തിൽ 14% പ്രോട്ടീനുകളിലും ഫംഗൽ ടോക്സിൻ അടങ്ങിയിട്ടുണ്ട്. 8% കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ വരെയുണ്ട്. ഇതാണ് ഈ പഠനം പറയുന്നത്. ഇതിലെ രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ റിസർച്ച് റിപ്പോർട്ട് കുറേ മുൻപ് തന്നെ പബ്ലിഷ് ചെയ്തതാണ്. ദൗർഭാഗ്യവശാൽ ഇത് എങ്ങും അധികം ചർച്ച ചെയ്ത് കണ്ടില്ല. ഒരുപക്ഷെ രാഷ്ട്രീയം, മതം അല്ലെങ്കിൽ ഇതേപ്പറ്റിയൊക്കെ മാത്രമേ ചർച്ച ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ളല്ലോ. അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടൻ്റെയോ സെലിബ്രിറ്റിയുടെയോ ഗോസിപ്പുകൾ, വിവാദം. അല്ലാതെ നമ്മുടെ ആരോഗ്യകാര്യത്തിനകത്ത് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മാത്രമല്ല, ഈ ബ്രാൻഡുകളുടെയൊക്കെ പണം വാങ്ങി പരസ്യം ചെയ്യുന്ന മാധ്യമങ്ങൾക്കും ഒരുപക്ഷെ ഇത്തരമൊരു വാർത്ത കൊടുത്തു കാണാൻ താല്പര്യമുണ്ടായിരിക്കില്ല. പൊതുജനങ്ങളോട് ആർക്കും പ്രതിബദ്ധതയില്ലല്ലോ. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ഏപ്രിൽ 11 ദ പ്രിന്റ് എന്നൊരു മീഡിയയാണ് ഇതേപ്പറ്റിയിട്ട് വാർത്ത കൊടുക്കുന്നത്. ഞാൻ അവരുടെ ഓൺലൈൻ എഡിഷനാണ് കണ്ടത്. ഈ ഒരു അനാലിസിസ് റിപ്പോർട്ടിനെ പറ്റി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫസായിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ശ്രീ കമലവർദ്ധന റാവുമായിട്ട് ഇതിനെപ്പറ്റിയുള്ള പ്രതികരണത്തിന് വേണ്ടിയിട്ട് ഈ മാധ്യമ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായില്ല. ഈ വാർത്ത അവർ പബ്ലിഷ് ചെയ്യുന്നതുവരെ, ഞാൻ ഇത് വായിച്ചത് ഏപ്രിൽ 11 ഇത് പബ്ലിഷ് ചെയ്യുന്നവരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട അധികാരികൾ തന്നെ ഇത്തരം സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഫസായി പോലെയുള്ള സംവിധാനത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടുള്ള ആൾക്കാരുടെ എത്രമാത്രം താല്പര്യം നമ്മളോടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി നമ്മുടെ സഭയിലൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത് 2022-23 38,053 സിവിൽ കേസുകളും 4,811 ക്രിമിനൽ കേസുകളും ഈ ഫസായി തന്നെ ലോഡ്ജ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇതൊക്കെ നോൺ കൺഫേമിംഗ് ഫുഡ് സാമ്പിൾസ് ഇൻക്ലൂഡിംഗ് പ്രോട്ടീൻ പൗഡേഴ്സ് ആൻഡ് ഡയറ്ററി സപ്ലിമെൻറ്റ്, ഇതിൻ്റെ പേരിലാണ് ഇത്രയും കേസുകൾ ഫസായി ലോഡ്ജ് ചെയ്ത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു തീവ്രത നമുക്ക് ഊഹിക്കാം. പക്ഷേ ഒരു നടപടിയും ഫസായിയുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായി നമ്മൾ കാണുന്നില്ല. ഇനിയിപ്പം അതേപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇതൊരു വലിയ പഠന റിപ്പോർട്ടാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതിൻ്റെ കുറച്ച് മെയിൻ പോയിൻറ്റ്സൊക്കെ ഞാൻ പറയാം. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് ജേർണൽസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ 36 പ്രോട്ടീനുകളിലും 25 എണ്ണത്തിലും പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന അത്രയും പ്രോട്ടീൻ്റെ അളവ് നമ്മളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. പ്രോട്ടീൻ പൗഡേഴ്സ് വാങ്ങിക്കുന്നവർക്കറിയാം, അതിനകത്ത് ന്യൂട്രീഷണൽ ഫാക്ട്സിനകത്ത് പെർസെൻറ്റേജ് ഓഫ് പ്രോട്ടീൻ കാണും. അതായത് അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 70% ഉണ്ട്, 60% ഉണ്ട്, അല്ലെ 65% എന്ന് പറഞ്ഞിരിക്കുന്ന അളവിൽ പല പ്രോട്ടീനുകളിലും 10 മുതൽ 50% വരെ അതിൻ്റെ അളവ് കുറവായിരുന്നു. അപ്പോൾ നമ്മളെ പലപ്പോഴും അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരസ്യമായിരുന്നു. മാത്രമല്ല, ഈ 5 ബ്രാൻഡുകളിൽ ഫംഗൽ ടോക്സിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പറയുന്നത് ബോഡി ബിൽഡേഴ്സും ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന മികച്ച ബ്രാൻഡുകളൊക്കെ തന്നെയാണ് ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ പെട്ടെന്ന് ഓർക്കും, ഇതിപ്പോൾ എനിക്ക് ബാധകമായിട്ടുള്ള കാര്യമില്ല, ഇത് ജിമ്മന്മാരുടെ കാര്യം മാത്രമാണല്ലോ. അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ മുതിർന്നവർക്ക് ഡോക്ടർ പറഞ്ഞ പ്രകാരമോ അല്ലാതെയോ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന പല പ്രമുഖ ബ്രാൻഡുകളിലും ഈ റിസർച്ച് പ്രകാരം പല കുഴപ്പങ്ങളുണ്ട്. ഈ റിസർച്ചിൽ ഉൾപ്പെടുത്തിയ പ്രമുഖ ബ്രാൻഡുകളുടെ പേര് പറയാം: ഒപ്റ്റിമൻ ന്യൂട്രീഷൻ, അൾട്ടിമേറ്റ് ന്യൂട്രീഷൻ, മസിൽ ബ്ലേസ്, JNC, ഓറിഫ്ലെയിം, സിന്താസിക്സ്, ബിഗ് മസിൽ, ഹെൽത്ത് കാർഡ്, ആംവേ, നെസ്ലെ, ഫാസ്റ്റ് ആൻഡ് അപ്പ്, പതഞ്ജലി, വൺ സയൻസ്, ന്യൂട്രോബോക്സ്. അതുകൂടാതെ ഹിമാലയ ഓർഗാനിക്സിൻ്റെ പ്രോട്ടീൻ ഇതിൽ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിമാലയ വെൽനസിൻ്റെ ഉണ്ട്, മൈ പ്രോട്ടീൻ, ഹെർബാ ലൈഫ് ന്യൂട്രീഷൻ, ഒസീവ, ഡോക്ടർ വൈദ്യാസ്. അതുകൂടാതെ അബോട്ട് ലിമിറ്റഡ്, ഡാനോൺ, ബ്രിട്ടീഷ് ബയോളജിക്കൽസ്. ഈ അബോട്ട് ലിമിറ്റഡ്, ഡാനോൺ, ബ്രിട്ടീഷ് ബയോളജിക്കൽസ് എന്നൊന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാധാരണക്കാർക്ക് അറിയില്ല. അതേസമയം എൻഷുർ പ്ലസ്, പ്രോട്ടീനെക്സ്, ബി പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അബോട്ട് ലിമിറ്റഡിൻ്റെ ബ്രാൻഡ്, ആ പ്രോട്ടീൻ്റെ പേരാണ് എൻഷുർ പ്ലസ്. അതുപോലെ ഡാനോറിൻ്റെയാണ് പ്രോട്ടീനെക്സ്.
ബ്രിട്ടീഷ് ബയോളജിക്കൽസിൻ്റെയാണ് ബി പ്രോട്ടീൻ. ഇത്രയും പ്രോട്ടീനുകളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തി. ഇതുകൂടാതെയുള്ള ബ്രാൻഡുകളുടെ ഒരുപാട് പേരുകളുണ്ട്. ഈ റിസർച്ച് പ്രകാരം ഈ 36 ബ്രാൻഡുകളിലും മെർക്കുറി, താലിയം തുടങ്ങിയ അവയുടെ കണ്ടന്റ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ 5 സാമ്പിളുകളിൽ ആഴ്സനിക്കിൻ്റെ ട്രേസസ് കണ്ടെത്തിയിട്ടുണ്ട്. 10 പ്രോഡക്റ്റുകളിൽ വളരെ ചെറിയ ലെവലിൽ കാഡ്മിയത്തിൻ്റെ അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മിക്ക സാമ്പിളുകളിലും ലെഡിൻ്റെയും അതുപോലെ തന്നെ ചെറിയ അളവിൽ കോപ്പറിൻ്റെയും സാന്നിധ്യം വിവിധ ഡിഫറെൻറ്റ് ലെവൽസിലായിട്ട് ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലെഡിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അനുവദനീയമായ ഒരളവുണ്ട്, നമുക്ക് ഉപയോഗിക്കുന്ന ഒരളവുണ്ട്. അതിലും കുറവാണെങ്കിൽ പോലും ശരിക്കും ഡോക്ടർമാർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ലെഡിന് ഒരു സേഫ് ലെവൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഉയർന്ന അളവിലുള്ള കോപ്പറും നമുക്ക് അഭികാമ്യമല്ല. അപ്പോൾ ഈ കോപ്പറിൻ്റെ കണ്ടൻറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബ്രെയിനും അതുപോലെ ലിവറിനൊക്കെ ഉള്ള ടോക്സിക് കാര്യങ്ങളിലേക്ക് മാറിയേക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർ വാങ്ങിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾക്കൊക്കെയാണ് കുഴപ്പമുള്ളത്. നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് മേടിക്കുന്ന തരത്തിലുള്ള പൗഡറുകൾക്കൊന്നും വലിയ കുഴപ്പമില്ല എന്ന ഒരു പൊതുബോധം നമ്മൾക്കിടയിൽ ഉണ്ടായേക്കാം. അത് വളരെയധികം തെറ്റാണ്. ഈ സ്റ്റഡീസ് പ്രകാരം നാം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന പ്രോട്ടീനെക്സ്, എൻഷ്യൂർ, ബി പ്രോട്ടീൻ എന്നൊക്കെ പറയുന്ന ഈ പ്രോട്ടീനുകൾ, ഈ 2-3 പ്രോട്ടീനുകൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പരസ്യം ചെയ്യുകയും ഇവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞ് ഇവയ്ക്ക് ഏറ്റവും വേസ്റ്റ് പ്രോട്ടീൻസ് എന്നാണ്. ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പഠന റിപ്പോർട്ട് പ്രകാരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് വൺ സയൻസിൻ്റെതും അതുപോലെ തന്നെ ഒപ്റ്റിമം ന്യൂട്രീഷൻ്റെതുമാണ്. ഇവരുടെ പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല വേ പ്രോട്ടീൻസ്. ഏറ്റവും നല്ല മീഡിയം റേഞ്ച് പ്രോട്ടീൻ ന്യൂട്രാബോക്സിൻ്റെയും അതുപോലെ തന്നെ വേഗൻ പ്രോട്ടീൻ ഒറിജിൻ എന്ന ബ്രാൻഡിൻ്റെതുമാണെന്നാണ് ഈ പഠനം പറയുന്നത്. അതുപോലെ ഏറ്റവും മോശം വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ബിഗ് മസിൽസിൻ്റെ വേ പ്രോട്ടീൻ ആണെന്നും അതുപോലെ വേഗൻ പ്രോട്ടീൻസിൽ മോശം ആയിട്ടുള്ള പ്ലാന്റ് പ്രോട്ടീൻ ആംബേയുടേതാണെന്നുമാണ് ഈ പഠന റിപ്പോർട്ട് നമ്മളോട് പറയുന്നത്. ഇനി ഞാൻ പറയുന്നത് ബ്രാൻഡ്സ് വിച്ച് ആർ നീഡ് എക്സ്ട്രീം കോഷൻ. അതിൽ പ്രോട്ടീൻ ബൈ എലമെൻറ്റ്സ് ആൻഡ് ന്യൂട്രാലൈറ്റ് ബൈ ആംവേ. കാരണം ഇതിനകത്ത് ഫംഗൽ ടോക്സിൻ്റെ സാന്നിധ്യം ഈ റിപ്പോർട്ടിലൂടെ വെളിവായിട്ടുണ്ട്. അതുപോലെ ഹെർബൽ ബ്ലെൻഡഡ് പ്രോട്ടീനുകളിലാണ് നോൺ ഹെർബൽ ബ്ലെൻഡഡ് പ്രോട്ടീനുകളെക്കാട്ടിൽ കൂടുതൽ മാലിന്യങ്ങളും അതുപോലെ തന്നെ കീടനാശിനികളുടെ സാന്നിധ്യവും നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പ്യുവർ വേ അല്ലെങ്കിൽ ബ്ലെൻഡഡ് വേ പ്രോട്ടീൻസിൽ ഒന്നിലും കീടനാശിനികളുടെ സാന്നിധ്യം ഒന്നും കണ്ടെത്തിയിട്ടില്ല. അതേസമയത്ത് വേഗൻ അല്ലെങ്കിൽ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനുകളിൽ മാത്രമേ ഈ റിസർച്ച് പ്രകാരം പെപ്റ്റിസൈഡ്സിൻ്റെ അംശങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷേ ഈ 36 ബ്രാൻഡുകളിലും അനബോളിക് അല്ലെങ്കിൽ സിന്തറ്റിക് സ്റ്റിറോയിഡ്സിൻ്റെ സാന്നിധ്യമൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ പ്രോട്ടീൻസിനെ പറ്റി ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കുന്നതെന്നോ കുഴപ്പമാണ് എന്നാലും തെറ്റിദ്ധരിക്കരുത്. വേ പ്രോട്ടീൻ കഴിക്കുന്നത് വളരെ സേഫാണ്. വേ പ്രോട്ടീൻ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുകയില്ല. പ്യുവർ വേ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്ലെൻഡ്സ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് കഴിക്കുന്നത് വളരെ സേഫാണ്. പക്ഷേ ഈ വേ പ്രോട്ടീൻ എപ്പോഴാണ് അപകടകരമായ രീതിയിലേക്ക് മാറുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവർ ടോക്സിക് ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും പല ഘടകങ്ങളും എസ്പെഷ്യലി ഈ വേഗൻ പ്രോട്ടീൻസിനകത്തൊക്കെ ഗ്രീൻ ടീ അല്ലെങ്കിൽ കുക്കിമിൻ്റെയൊക്കെ കണ്ടൻറ്റുകൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ലിവർ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറിയേക്കും. ഇങ്ങനെ വരുമ്പോഴാണ് ഇത്തരം പ്രോട്ടീനുകൾ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. അല്ലാതെ നോർമൽ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് കഴിക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ തന്നെയാണ്. അതുപോലെ പ്യുവർ പ്ലാന്റ് പ്രോട്ടീൻ ആയിട്ടുള്ള സോയ അല്ലെന്നുണ്ടെങ്കിൽ പീനട്ടിൽ നിന്നൊക്കെയുള്ള പ്രോട്ടീനും വളരെ സേഫ് ആയിട്ടുള്ള പ്രോട്ടീൻ തന്നെയാണ്. എന്നാൽ ഇവയോടൊപ്പം ഈ ഹെർബൽ ബ്ലെൻഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒഴിവാക്കുന്നതാണ് ഉത്തമം. നിവൃത്തിയുണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ അടുത്തിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഇന്ത്യയിൽ ഈ പ്രോട്ടീൻ പൗഡറുകളുടെ ഒരു വ്യവസായം വലിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാം. പക്ഷേ എന്നിട്ടും ഇന്ത്യയിലെ ഈ 36 പ്രോട്ടീൻ ബ്രാൻഡുകളെ പറ്റി നടത്തിയ പഠനത്തെപ്പറ്റി ഒരുപാട് ചർച്ചയും നമ്മൾ മാധ്യമങ്ങളിലും മറ്റു സ്ഥലങ്ങളിൽ കാണാതെ പോയതുകൊണ്ട് ഇതൊരു ഇൻഫർമേറ്റീവ് ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ കാര്യം നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ ബ്രാൻഡുകളൊന്നുമായിട്ടും എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അതിനെ ഏതെങ്കിലും ഒരു പൗഡറിനെ എൻഡോസ് ചെയ്യാനോ മോശമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതൊരു വളരെ ഇൻഫർമേറ്റീവ് ആയിട്ട് വീഡിയോ നിങ്ങളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക എന്നൊരു സന്ദേശം മാത്രമാണ് എനിക്കുള്ളത്. ഈ റിപ്പോർട്ടിന് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്കായിട്ട് ഇതിൽ പബ്ലിഷ് ചെയ്ത ജേർണലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ റിപ്പോർട്ട്സ് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.